ശാന്തി 25/3/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയുടെ കുട്ടികളായ നിങ്ങൾ അധികാരികളാണ്. നിങ്ങൾ ബാബയുടെ അടുത്ത് ശരണം എടുത്തിരിക്കുകയല്ല. കുട്ടികൾ ഒരിക്കലും പിതാവിൻ്റെ ശരണത്തിൽ പോകുന്നില്ല. ചോദ്യം: ഏത് കാര്യത്തിൻ്റെ സ്മരണ സദാ ഉണ്ടായിരിക്കുമെങ്കിൽ മായ ഉപദ്രവിക്കുകയില്ല? ഉത്തരം: നമ്മൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നു. ആ ഒന്ന് നമ്മുടെ ബാബയുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. എന്നാൽ നിരാകാരനാണ്. നിരാകാരി ആത്മാക്കളായ നമ്മളെ പഠിപ്പിക്കുന്നവൻ നിരാകാരനായ ബാബയാണ്. ബുദ്ധിയിൽ ഈ സ്മരണ ഉണ്ടായിരിക്കുമെങ്കിൽ സന്തോഷത്തിൻ്റെ രസം കയറിക്കൊണ്ടിരിക്കും. പിന്നെ മായ ഉപദ്രവിക്കുകയില്ല. ഓം ശാന്തി. ത്രിമൂർത്തി ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ത്രിമൂർത്തി പിതാവാണല്ലോ. 3 പേരെയും രചിക്കുന്ന ആ ഒന്ന് സർവരുടെയും പിതാവാണ്. കാരണം ഉയർന്നതിലും ഉയർന്നത് ആ പിതാവ് തന്നെയാണ്. കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികളാണ്. ഏതുപോലെ ബാബ പരംധാമത്തിൽ വസിക്കുന്നുവോ അതേപോലെ നമ്മൾ ആത്മാക്കളും അവിടെ നിവസിക്കുന്നവരാണ്. ബാബ ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇത് ഡ്രാമയാണ്. എന്തെല്ലാം നടക്കുന്നുവോ അത് ഡ്രാമയിൽ ഒരേ ഒരു തവണ ഉണ്ടാകുന്നു. ബാബയും ഒരേ ഒരു തവണ പഠിപ്പിക്കുവാൻ വരുന്നു. നിങ്ങൾ ശരണാഗതി എടുക്കുന്നൊന്നുമില്ല. നിന്റെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് എന്ന വാക്ക് ഭക്തിമാർഗത്തിലേതാണ്. കുട്ടി എപ്പോഴെങ്കിലും പിതാവിൻ്റെ ശരണം പ്രാപിക്കുന്നുണ്ടോ? കുട്ടികൾ അധികാരികളാണ്. കുട്ടികളായ നിങ്ങൾ ബാബയുടെ ശരണം പ്രാപിക്കുന്നില്ല. ബാബ നിങ്ങളെ തൻ്റേതാക്കി മാറ്റിയിരിക്കുന്നു. കുട്ടികൾ ബാബയെ തൻ്റേതാക്കി മാറ്റി. കുട്ടികളായ നിങ്ങൾ ബാബയെ വിളിക്കുന്നത് തന്നെ ബാബ വരൂ, നമ്മളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, അഥവാ രാജപദം നൽകൂ എന്നാണ്. ഒന്നാണ് ശാന്തിധാമം, രണ്ടാമത്തേതാണ് സുഖധാമം. സുഖധാമം ബാബയുടെ സമ്പത്താണ്. ദുഃഖധാമം രാവണൻ്റെ സമ്പത്താണ്. 5 വികാരങ്ങളിൽ കുടുങ്ങുന്നതിലൂടെ ദുഃഖം തന്നെ ദുഃഖമാണ്. ഇപ്പോൾ കുട്ടികൾ അറിയുന്നുണ്ട് നമ്മൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. അത് പിതാവുമാണ്, ശിക്ഷകനുമാണ്, എന്നാൽ നിരാകാരനാണ്. നമ്മൾ നിരാകാരി ആത്മാക്കളെ പഠിപ്പിക്കുന്നവനും നിരാകാരനാണ്. ആ ഒന്ന് ആത്മാക്കളുടെ പിതാവാണ്. ഇത് സദാ ബുദ്ധിയിൽ സ്മരണയുണ്ടായിരിക്കണം. എങ്കിലും സന്തോഷത്തിൻ്റെ രസം കയറും. ഇത് മറക്കുന്നതിലൂടെ തന്നെയാണ് മായ ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാബയുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ബാബയും സമ്പത്തും ഓർമ്മ വരും. എയിം ഒബ്ജക്റ്റ് ബുദ്ധിയിലുണ്ടല്ലോ. ഓർമ്മിക്കേണ്ടത് ശിവ് ബാബയെയാണ്. ശ്രീകൃഷ്ണനെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. ശിവ് ബാബയെ ഓർമ്മിക്കുന്നതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ശ്രീകൃഷ്ണൻ അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ കൃഷ്ണനിൽ എല്ലാവരും ഉടൻ അർപ്പണമായേനെ. വിശേഷിച്ച് മാതാക്കൾ വളരെയധികം ആഗ്രഹിക്കുന്നു നമുക്ക് ശ്രീകൃഷ്ണനെ പോലെ സന്താനം ലഭിച്ചുവെങ്കിൽ, ശ്രീകൃഷ്ണനെ പോലെയുള്ള പതിയെ ലഭിച്ചുവെങ്കിൽ എന്ന്. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ പോലെയുള്ള സന്താനത്തെ അഥവാ പതിയെയും ലഭിക്കും. അതായത് ഇവരെ പോലെ ഗുണവാനും സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവും സുഖം നൽകുന്നവനുമായ ഒന്നിനെ നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗത്തിൽ അഥവാ ശ്രീകൃഷ്ണപുരിയിൽ സുഖം തന്നെ സുഖമാണ്. കുട്ടികൾക്കറിയാം, ഇവിടെ നമ്മൾ പഠിക്കുന്നു ശ്രീകൃഷ്ണപുരിയിൽ പോകുന്നതിനു വേണ്ടി. സ്വർഗത്തെ തന്നെയാണല്ലോ എല്ലാവരും ഓർമ്മിക്കുന്നത്.
ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഇന്നയാൾ സ്വർഗവാസിയായി എന്ന് പറയുന്നു. അപ്പോൾ സന്തോഷം ഉണ്ടാകേണ്ടതാണ്, കൈയടിക്കേണ്ടതാണ്. നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പോയി എന്നത് വളരെ നല്ലതാണ്. ഇന്നയാൾ സ്വർഗത്തിൽ പോയി എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ പറയൂ, എവിടെ നിന്നുമാണ് പോയത്? തീർച്ചയായും നരകത്തിൽ നിന്നാണ് പോയത്. ഇതിൽ വളരെയധികം സന്തോഷത്തിൻ്റെ കാര്യമാണുള്ളത്. എല്ലാവരെയും വിളിച്ച് ടോളി കഴിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. 21 ജന്മത്തേക്ക് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുകയില്ല, കേവലം സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു. ശരി, പിന്നെ അവരുടെ ആത്മാവിനെ ഇവിടെ വിളിക്കുന്നത് എന്തിനാണ്? നരകത്തിലെ ഭക്ഷണം കഴിപ്പിക്കാനാണോ? നരകത്തിൽ വിളിക്കാൻ പാടില്ലാത്തതാണ്. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഓരോ കാര്യവും ജ്ഞാനത്തിൻ്റെതാണല്ലോ. ബാബയെ വിളിക്കുന്നു, നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ. അപ്പോൾ തീർച്ചയായും പതീത ശരീരങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടി വരും. എല്ലാവരും മരിച്ചു പോകും. പിന്നെ ആർക്ക് വേണ്ടി കരയും? നിങ്ങൾക്കിപ്പോൾ അറിയാം, നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ എങ്ങനെ ശരീരം ഉപേക്ഷിക്കാം എന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ലോകത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടാകുമോ? കുട്ടികളായ നിങ്ങൾക്ക് ഈ ജ്ഞാനമുണ്ട്. ഇത് നമ്മുടെ പഴയ ശരീരമാണ്. ബാബയും പറയുന്നു, ഞാൻ പഴയ ചെരുപ്പ് ലോണായി എടുക്കുന്നു. ഡ്രാമയിൽ ഈ രഥം തന്നെയാണ് നിമിത്തമായിരിക്കുന്നത്. ഇത് മാറാൻ കഴിയില്ല. ഈ ഒന്നിനെ വീണ്ടും നിങ്ങൾ 5000 വർഷത്തിനു ശേഷം കാണും. ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കിയല്ലോ. ബാബയല്ലാതെ മറ്റാരിലും ഇത് മനസ്സിലാക്കിക്കാനുള്ള ശക്തി ഇല്ല. ഈ പാഠശാല വളരെ വണ്ടർഫുള്ളാണ്. ഇവിടെ വൃദ്ധരും പറയും, നമ്മൾ ഭഗവാന്റെ പാഠശാലയിലേക്ക് പോവുകയാണ്, ഭഗവാനും ഭഗവതിയും ആകുവാൻ. വൃദ്ധകൾ ഒരിക്കലും സ്കൂളിൽ പഠിക്കാറില്ല. നിങ്ങൾ എവിടെ പോകുന്നു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറയൂ, നമ്മൾ ഈശ്വരീയ യൂണിവേഴ്സിറ്റിയിൽ പോവുകയാണ്, അവിടെ നമ്മൾ രാജയോഗം പഠിക്കുന്നു. ഇങ്ങനെയുള്ള വാക്ക് കേൾപ്പിക്കൂ, അതിലൂടെ അവർ ആശ്ചര്യപ്പെടട്ടെ. വൃദ്ധരും പറയും, നമ്മൾ ഭഗവാന്റെ പാഠശാലയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇത് വണ്ടറാണ്, നമ്മൾ ഭഗവാന്റെ അടുക്കൽ പഠിക്കാൻ പോകുന്നു. ഇങ്ങനെ മറ്റാർക്കും പറയുവാൻ സാധിക്കില്ല. നിരാകാരനായ ഭഗവാൻ പിന്നെ എവിടെ നിന്നും വന്നു എന്ന് ചോദിക്കും. കാരണം അവർ വിചാരിക്കുന്നു ഭഗവാൻ നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ അറിവിലൂടെ പറയുന്നു. ഓരോ മൂർത്തിയുടെയും ഓക്കുപേഷൻ നിങ്ങൾ അറിയുന്നുണ്ട്. ബുദ്ധിയിൽ ഇത് ഉറച്ച രീതിയിലുണ്ട്. ഉയർന്നതിലും ഉയർന്നത് ശിവ് ബാബയാണ്. നമ്മൾ ആ ഒന്നിൻ്റെ സന്താനമാണ്. ശരി, പിന്നെ സൂക്ഷ്മവതനവാസിയായ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ, നിങ്ങൾ വെറുതെ പറയുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ ആഴത്തിൽ അറിയുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന എങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ബയോഗ്രഫി പറയുവാൻ സാധിക്കില്ല. സ്വന്തം ബയോഗ്രഫി പോലും അറിയുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടേത് എങ്ങനെ അറിയും? നിങ്ങളിപ്പോൾ സർവ്വതും അറിഞ്ഞു കഴിഞ്ഞു. ബാബ പറയുന്നു, ഞാൻ എന്ത് അറിയുന്നുവോ അത് കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. രാജപദവും ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഈ ലക്ഷ്മി നാരായണൻ യുദ്ധത്തിലൂടെയല്ല ഈ രാജ്യം നേടിയത്. അവിടെ യുദ്ധമൊന്നും നടക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ എത്ര യുദ്ധവും വഴക്കുമാണ്. എത്ര അനേകം മനുഷ്യരുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇത് വരണം. നമ്മൾ ബാബയിൽ നിന്നും ദാദായിലൂടെ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആരിൽ പ്രവേശിച്ചിരിക്കുന്നുവോ ആ ഒന്നിനെയും ഓർമ്മിക്കൂ എന്ന് പറയുന്നില്ല. ഇല്ല, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നാണ് പറയുന്നത്. ആ സന്യാസിമാർ തൻ്റെ ഫോട്ടോ പേര് സഹിതം നൽകുന്നു.
ശിവബാബയുടെ എന്ത് ഫോട്ടോ എടുക്കുവാനാണ്? ബിന്ദുവിൻ്റെ മേൽ എങ്ങനെ പേരെഴുതും? ബിന്ദുവിൽ ശിവബാബ എന്ന പേരെഴുതുകയാണെങ്കിൽ ബിന്ദുവിനേക്കാൾ പേര് വലുതായി പോകും. വിവേകത്തിൻ്റെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. നമ്മളെ ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. ആത്മാവാണല്ലോ പഠിക്കുന്നത്. സംസ്കാരം ആത്മാവ് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ബാബ ആത്മാവിൽ സംസ്കാരം നിറച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ആ ബാബ നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെയും ഇത് പഠിപ്പിക്കൂ. സൃഷ്ടിചക്രത്തെ ഓർമ്മിക്കൂ, ഓർമ്മിപ്പിക്കുകയും ചെയ്യൂ. ആ ഒന്നിൽ എന്ത് ഗുണമുണ്ടോ അത് കുട്ടികൾക്കും നൽകുന്നു. പറയുന്നു, ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, സുഖത്തിൻ്റെ സാഗരമാണ്. നിങ്ങളെയും ആക്കുന്നു. നിങ്ങളും എല്ലാവർക്കും സുഖം നൽകൂ. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. എല്ലാവരുടെയും കാതുകളിൽ ഈ മധുരമധുരമായ കാര്യം കേൾപ്പിക്കൂ. ശിവബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. എല്ലാവർക്കും ഈ സന്ദേശം നൽകണം. ബാബ വന്നിരിക്കുകയാണ്. ആ ഒന്നിൽ നിന്നും ഈ സമ്പത്ത് നേടൂ. സർവർക്കും ഈ സന്ദേശം നൽകേണ്ടി വരും. ഒടുവിൽ പത്രക്കാരും ഇടും. ഇത് അറിയുന്നുണ്ട്. അന്തിമത്തിൽ എല്ലാവരും പറയും, അഹോ പ്രഭു, നിന്റെ ലീല. അങ്ങ് തന്നെയാണ് സർവർക്കും സദ്ഗതി നൽകുന്നത്. ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് എല്ലാവരെയും ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതും ഇന്ദ്രജാലമായല്ലോ. അവരുടേത് അല്പകാലത്തേക്കുള്ള ഇന്ദ്രജാലമാണ്. ഈ ഒന്നാണെങ്കിൽ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു 21 ജന്മത്തേക്ക് വേണ്ടി. ഈ മന്മനാഭവയുടെ ഇന്ദ്രജാലത്താൽ നിങ്ങൾ ലക്ഷ്മി നാരായണൻ ആകുന്നു. ഇന്ദ്രജാലക്കാരൻ, രത്നാകരൻ, ഈ പേരുകളെല്ലാം ശിവബാബയുടേതാണ്, ബ്രഹ്മാവിൻ്റേതല്ല. ഈ ബ്രാഹ്മണികൾ എല്ലാവരും പഠിക്കുന്നു. പഠിച്ച് പിന്നെ പഠിപ്പിക്കുന്നു. ബാബ ഒറ്റയ്ക്കല്ല പഠിപ്പിക്കുന്നത്. ബാബ നിങ്ങളെ ഒരുമിച്ച് പഠിപ്പിക്കുന്നു. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ബാബ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബാബ രചയിതാവാണ്. ശ്രീകൃഷ്ണൻ രചനയാണല്ലോ. സമ്പത്ത് രചയിതാവിൽ നിന്നാണ് ലഭിക്കുന്നത്, രചനയിൽ നിന്നല്ല. ശ്രീകൃഷ്ണനിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. വിഷ്ണുവിൻ്റെ 2 രൂപങ്ങൾ ഈ ലക്ഷ്മി നാരായണനാണ്. ബാല്യത്തിൽ രാധാകൃഷ്ണനാണ്. ഈ കാര്യങ്ങളും നല്ലവണ്ണം ഓർമ്മിക്കൂ. വൃദ്ധരും തീവ്രമായി പോവുകയാണെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കും. വൃദ്ധകൾക്ക് പിന്നെ അല്പം മമത്വവുമുണ്ട്. തൻ്റെ തന്നെ രചനയുടെ വലയിൽ കുടുങ്ങിക്കിടക്കുന്നു. എത്ര പേരുടെ ഓർമ്മ വരുന്നു? അവരിൽ നിന്ന് ബുദ്ധിയോഗം വേർപെടുത്തി പിന്നെ ഒരു ബാബയുമായി യോജിപ്പിക്കണം. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ജീവിച്ചിരിക്കെ മരിക്കണം. ബുദ്ധിയിൽ ഒരു തവണ അമ്പ് തറച്ചുവെങ്കിൽ കഴിഞ്ഞു. പിന്നെ യുക്തിയോടെ നടക്കേണ്ടതുണ്ട്. ആരോടും സംസാരിക്കേണ്ടതില്ല എന്നുമല്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. എല്ലാവരോടും സംസാരിക്കൂ. അവരുമായും ബന്ധം വയ്ക്കൂ. ബാബ പറയുന്നു, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അഥവാ ബന്ധമേ വയ്ക്കുകയില്ലെങ്കിൽ അവരെ എങ്ങനെ ഉദ്ധരിക്കും? 2 ഭാഗത്തും ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട്. ബാബയോട് ചോദിക്കുന്നു, വിവാഹത്തിന് പോകട്ടെ? ബാബ പറയും, എന്തുകൊണ്ട് പൊയ്ക്കൂടാ? ബാബ കേവലം പറയുന്നു, കാമം മഹാശത്രുവാണ്. അതിൻ്റെ മേൽ ജയം നേടണം. എങ്കിൽ നിങ്ങൾ ജഗജ്ജീതായി മാറും. നിർവികാരി ഉള്ളത് തന്നെ സത്യയുഗത്തിലാണ്. യോഗബലത്തിലൂടെയാണ് ജന്മം ഉണ്ടാകുന്നത്. ബാബ പറയുന്നു, നിർവികാരിയാകൂ. ഒന്നാമതായി ഇത് ഉറപ്പിക്കൂ, നമ്മൾ ശിവബാബയുടെ അടുക്കൽ ഇരിക്കുന്നു. ശിവബാബ നമുക്ക് 84 ജന്മങ്ങളുടെ കഥ പറഞ്ഞു തരുന്നു. ഈ സൃഷ്ടിചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം
സതോ പ്രധാനമായ ദേവീ ദേവതമാർ വരുന്നു. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് തമോ പ്രധാനം ആകുന്നു. ലോകം പഴയതും പതീതവുമാകുന്നു. ആത്മാവ് തന്നെയാണല്ലോ പതീതം. ഇവിടെയുള്ള ഒരു വസ്തുവിലും സാരം ഇല്ല. സത്യയുഗത്തിലെ ഫലപുഷ്പങ്ങൾ എവിടെ? ഇവിടെയുള്ളതെവിടെ? അവിടെ ഒരിക്കലും പുളിച്ചതോ പഴകിയതോ ആയ വസ്തുക്കൾ ഇല്ല. നിങ്ങൾ അവിടെയുള്ളതിൻ്റെ സാക്ഷാത്കാരവും കണ്ടുവരുന്നു. ഈ പൂക്കൾ കൊണ്ടുപോകാം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്നു. ഈ എല്ലാ സാക്ഷാത്കാരങ്ങളും കാണിച്ച് ബാബ കുട്ടികളെ രസിപ്പിക്കുന്നു. ഇത് ആത്മീയ പിതാവാണ്. ആ ഒന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ഈ ശരീരത്തിലൂടെ പഠിക്കുന്നത് ആത്മാവാണ്, ശരീരമല്ല. ആത്മാവിന് ശുദ്ധ അഭിമാനമുണ്ട്. ഞാനും ഈ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൻ്റെ അധികാരി ആയിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലാണെങ്കിൽ എല്ലാവരും പോകും. എന്നാൽ എല്ലാവരുടെയും നാമം ലക്ഷ്മി നാരായണൻ എന്ന് ആയിരിക്കുകയില്ലല്ലോ. സമ്പത്ത് ആത്മാവാണ് നേടുന്നത്. ഈ ജ്ഞാനം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഇതിൽ ചെറിയ കുട്ടികളും യുവാക്കളും എല്ലാം പഠിക്കുന്നു. ഇങ്ങനെയുള്ള കോളേജ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർ മനുഷ്യനിൽ നിന്നും ബാരിസ്റ്ററും ഡോക്ടറും മറ്റും ആകുന്നു. ഇവിടെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമ്മുടെ ടീച്ചറും സദ്ഗുരുവുമാണ്. ആ ഒന്ന് നമ്മളെ കൂടെ കൊണ്ടുപോകും. പിന്നെ നമ്മൾ പഠനമനുസരിച്ച് വന്ന് സുഖധാമത്തിൽ പദവി നേടും. ബാബയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ സത്യയുഗം കാണുന്നത് പോലുമില്ല. ശിവബാബ ചോദിക്കുന്നു, ഞാൻ സത്യയുഗം കാണുന്നുണ്ടോ? കാഴ്ച ശരീരത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ആ ഒന്നിന് സ്വന്തമായ ശരീരമില്ല. അപ്പോൾ എങ്ങനെ കാണും? ഇവിടെ കുട്ടികളായ നിങ്ങളോട് സംസാരിക്കുന്നു, കാണുന്നു. ഇത് മുഴുവനും പഴയ ലോകമാണ്. ശരീരമില്ലാതെ ഒന്നും കാണാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഞാൻ പതീത ലോകത്തിൽ പതീത ശരീരത്തിൽ വന്ന് നിങ്ങളെ പാവനമാക്കുന്നു. ഞാൻ സ്വർഗം കാണുന്നുമില്ല. ആരുടെയെങ്കിലും ശരീരത്തിലൂടെ ഒളിച്ചിരുന്ന് കാണും എന്നൊന്നുമല്ല. ഇല്ല, പാർട്ട് തന്നെയില്ല. നിങ്ങൾ എത്ര പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നു. ഇപ്പോൾ ഈ പഴയ ലോകത്തോട് ഹൃദയം ചേർക്കരുത്. ബാബ പറയുന്നു, എത്ര പാവനമാകുന്നു, അപ്പോൾ ഉയർന്ന പദവി ലഭിക്കും. മുഴുവനും ഓർമ്മയുടെ യാത്രയുടെ കളിയാണ്. യാത്രയിൽ മനുഷ്യർ പവിത്രമായിരിക്കുന്നു. പിന്നെ എപ്പോഴാണോ മടങ്ങി വരുന്നത്, അപ്പോൾ പിന്നെ അപവിത്രമാകുന്നു. കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷം വളരെയധികം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതറിയുന്നുണ്ട്. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമ്മൾ പരിധിയില്ലാത്ത സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുന്നു. അപ്പോൾ ആ ഒന്നിൻ്റെ ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടതുണ്ട്. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് സദോ പ്രധാനം ആകേണ്ടത്. 63 ജന്മങ്ങളിലെ തുരുമ്പ് കയറിയിരിക്കുകയാണ്. അത് ഈ ജന്മത്തിൽ ഇറക്കണം. മറ്റൊരു പ്രയാസവുമില്ല. വിഷം കുടിക്കുവാനുള്ള ഏതൊരു വിശപ്പാണോ തോന്നുന്നത്, അത് ഉപേക്ഷിക്കണം. അത് ചിന്തിക്കുക പോലും ചെയ്യരുത്. ബാബ പറയുന്നു, ഈ വികാരങ്ങളിലൂടെ തന്നെയാണ് നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിൽ ദുഃഖിതരായത്. കുമാരിമാരിൽ വളരെയധികം ദയ ഉണ്ടാകുന്നു. സിനിമയ്ക്ക് പോകുന്നതിലൂടെ തന്നെയാണ് മോശമായി പോകുന്നത്. ഇതിലൂടെ തന്നെയാണ് ഹെല്ലിലേക്ക് പോകുന്നത്. ബാബ ചിലരോട് പറയുന്നു, കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെ കണ്ട് മറ്റുള്ളവരും പോകാൻ തുടങ്ങും. അതിനാൽ നിങ്ങൾ പോകരുത്. ഈ ഒന്ന് ഭാഗീരഥനാണ്. ഭാഗ്യശാലി രഥം ആണല്ലോ. ഈ ഒന്ന് നിമിത്തമായിരിക്കുകയാണ് ഡ്രാമയിൽ തൻ്റെ രഥത്തിൻ്റെ ലോൺ നൽകുന്നതിനായി. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ ഇദ്ദേഹത്തിൽ വരുന്നു. ഇതാണ് ഹുസൈൻ്റെ കുതിര. നിങ്ങളെ എല്ലാവരെയും സുന്ദരമാക്കുന്നു. ബാബ സ്വയം സുന്ദരമാണ്. എന്നാൽ ഈ രഥം സ്വീകരിച്ചിരിക്കുകയാണ്.
ഡ്രാമയിൽ ഈ ഒന്നിൻ്റെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. ഇപ്പോൾ ആത്മാക്കൾ കറുത്തു പോയിരിക്കുകയാണ്. അതിനെ ഗോൾഡൻ ഏജ്ഡ് ആക്കേണ്ടതുണ്ട്. ബാബയാണോ സർവശക്തിവാൻ, അതോ ഡ്രാമയാണോ? ഡ്രാമയുണ്ട്, പിന്നെ അതിൽ ആക്ടേഴ്സ് ഉണ്ട്. അതിൽ സർവശക്തിവാൻ ആരാണ്? ശിവ് ബാബ. പിന്നെ രാവണൻ. പകുതി കൽപ്പം രാമരാജ്യമാണ്, പകുതി കൽപ്പം രാവണ രാജ്യമാണ്. അടിക്കടി ബാബയ്ക്ക് എഴുതുന്നു. നമ്മൾ ബാബയുടെ ഓർമ്മ മറന്നു പോകുന്നു, വിഷമം ഉണ്ടാകുന്നു. നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുവാൻ വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വിഷമിച്ചിരിക്കുന്നു? പ്രയത്നിക്കണം, പവിത്രമാകണം. വെറുതെ തിലകം നൽകുമോ? സ്വയം തന്നെ രാജതിലകം അണിയിക്കുന്നതിന് യോഗ്യമാക്കി മാറ്റണം, ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും. ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. അപ്പോൾ നിങ്ങൾ സ്വയമേ തിലകത്തിന് യോഗ്യരായി മാറും. ബുദ്ധിയിലുണ്ട്. ശിവബാബ നമ്മുടെ സ്വീറ്റ് പിതാവും ടീച്ചറും സദ്ഗുരുവുമാണ്. നമ്മളെയും വളരെയധികം സ്വീറ്റ് ആക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ ശ്രീകൃഷ്ണപുരിയിൽ തീർച്ചയായും പോകും. ഓരോ 5000 വർഷത്തിനു ശേഷവും ഭാരതം തീർച്ചയായും സ്വർഗം ആകേണ്ടതുണ്ട്, പിന്നെ നരകമാകുന്നു. മനുഷ്യർ വിചാരിക്കുന്നു ആര് ധനികരാണോ അവരെ സംബന്ധിച്ച് ഇവിടെ തന്നെയാണ് സ്വർഗം, ദരിദ്രർ നരകത്തിലാണ്. പക്ഷേ ഇങ്ങനെയല്ല, ഇത് നരകം തന്നെയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബയോസ്കോപ്പ് അഥവാ സിനിമ ഹെല്ലിലേക്ക് പോകുന്നതിൻ്റെ വഴിയാണ്. അതിനാൽ സിനിമ കാണരുത്. ഓർമ്മയുടെ യാത്രയിലൂടെ പാവനമായി ഉയർന്ന പദവി നേടണം. ഈ പഴയ ലോകത്തോട് ഹൃദയം ചേർക്കരുത്. മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. എല്ലാവരുടെയും കാതുകളിൽ മധുരമധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കണം. എല്ലാവർക്കും ബാബയുടെ ഓർമ്മ വരുത്തണം. ബുദ്ധിയോഗം ഒരു ബാബയുമായി യോജിപ്പിക്കണം. വരദാനം. സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് സെക്കൻഡിൽ അശരീരി സ്ഥിതി അനുഭവിക്കുന്ന പ്രീതബുദ്ധിയായി ഭവിക്കട്ടെ. എവിടെ പ്രഭു പ്രീതിയുണ്ടോ അവിടെ അശരീരിയാകുന്നത് 1 സെക്കൻഡിൻ്റെ കളിക്ക് സമാനമാണ്. ഏതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ അന്ധകാരം സമാപ്തമാകുന്നു, അതേപോലെ പ്രീതബുദ്ധിയായി സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിയുടെ സ്വിച്ച് ഓഫ് ആയിക്കൊള്ളും. ഇത് സെക്കൻഡിൻ്റെ കളിയാണ്. വായ്കൊണ്ട് ബാബ എന്ന് പറയുന്നതിലും ടൈം എടുക്കുന്നു, എന്നാൽ സ്മൃതിയിൽ കൊണ്ടുവരുന്നതിന് സമയമെടുക്കുന്നില്ല. ഈ ബാബ എന്ന വാക്ക് തന്നെയാണ് പഴയ ലോകത്തെ മറക്കുന്നതിൻ്റെ ആത്മീയ ബോംബ്. സ്ലോഗൻ. ദേഹബോധത്തിൻ്റെ മണ്ണിൻ്റെ ഭാരത്തിനും ഉപരി ഇരിക്കൂ. അപ്പോൾ ഡബിൾ ലൈറ്റ് ഫരിസ്തയായി മാറും. അവ്യക്ത സൂചന. സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. സത്യതയുടെ തിരിച്ചറിവാണ് സങ്കല്പം, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എല്ലാത്തിലും ദിവ്യതയുടെ അനുഭൂതി ഉണ്ടാവുക. ചിലർ പറയുന്നു, ഞാനാണെങ്കിൽ സദാ സത്യമാണ് പറയുന്നത്. എന്നാൽ വാക്കിലും കർമ്മത്തിലും അഥവാ ദിവ്യത ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് താങ്കളുടെ സത്യം സത്യമായി തോന്നുകയില്ല. അതിനാൽ സത്യതയുടെ ശക്തിയിലൂടെ ദിവ്യത ധാരണ ചെയ്യൂ. എന്തു തന്നെ സഹിക്കേണ്ടി വന്നാലും ഭയപ്പെടരുത്. സത്യം സമയമനുസരിച്ച് സ്വയം തെളിഞ്ഞുകൊള്ളും. ഓം ശാന്തി. ഈ
ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ
യോഗ്യരായി മാറട്ടെ.